എനിക്ക് ഷുഗർ ഇല്ല ഡോക്ടറെ. ഞാൻ ഇന്നലെ കൂടി എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയതേ ഉള്ളൂ. 80 ഉണ്ടായിരുന്നുള്ളൂ. എന്ന് കരുതി ഷുഗർ ഇല്ലയെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ ചെറിയ പ്രായമാണ്, നിങ്ങൾക്ക് പ്രമേഹ രോഗം ഒന്നും തന്നെ ഇല്ല, എന്നാൽ വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ കൂടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ടെസ്റ്റ് നിങ്ങൾക്ക് വീട്ടിലൊന്ന് ചെയ്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ ടെസ്റ്റിന് HOMA-IR എന്നാണ് പറയുന്നത്. ഇതൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് അളക്കുന്ന ഒരു ടെസ്റ്റാണ്. നിങ്ങൾക്ക് കിട്ടിയ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഫാസ്റ്റിംഗ് ഇൻസുലിനും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ 405 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്കോർ കിട്ടുന്നു. ആ സ്കോറിനെ ഇനി പറയുന്ന ചാർട്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ നോക്കാവുന്നതാണ്. ഇതാണ് HOMA-IR സ്റ്റേജിങ്. നിങ്ങൾക്ക് കിട്ടിയ സ്കോർ 2ൽ താഴെയാണെന്നുണ്ടെങ്കിൽ നോർമലാണ്. 2നും 3നും ഇടയിലാണെങ്കിൽ പോലും FBS നോർമൽ ആയിരിക്കും, പക്ഷേ ഇൻസുലിൻ കൂടുതലായിരിക്കും. 3നും 5നും ഇടയിലാണെങ്കിൽ FBS നേരിയ രീതിയിൽ കൂടുതലായിരിക്കും, പക്ഷേ ഇൻസുലിൻ വളരെയേറെ കൂടുതലായിരിക്കും. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഈ സ്റ്റേജിലായിരിക്കും. കാരണം ഇതിൽ സിംറ്റംസ് ഒന്നും തന്നെ ഇല്ല, ഷുഗറും ഉണ്ടാവില്ല, പക്ഷേ പ്രഷറും ഫാറ്റി ലിവറും ഉണ്ടാവും. 5ൽ കൂടി കഴിഞ്ഞാൽ നിങ്ങളൊരു കൺഫേംഡ് ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരിക്കും. ഇത് കഴിഞ്ഞാൽ ഒരു സ്റ്റേജും കൂടിയുണ്ട്, അത് സ്റ്റേജ് 5 ഇവിടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെയേറെ കൂടുതലായിരിക്കും, പക്ഷേ ഇൻസുലിൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നോർമലാണെന്നൊന്നും വിചാരിച്ചു പോകരുത്. കാരണം പാൻക്രിയാസിൽ ഇനി പറ്റണില്ല ഇൻസുലിൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് HOMA-IR ഒരു പ്രമേഹ രോഗിക്കുള്ളതല്ല, മറിച്ച് പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റിയ ആൾക്കുള്ള ടെസ്റ്റാണ്.